ജർമ്മനിലൊരു എസ്ബാനായത് S5 നോക്കിയാൽ എത്ര മനോഹരമായിട്ടാണ് വരുന്നത്. ശബ്ദമൊന്നും ഉണ്ടാക്കാതെ പതുക്കെ വരുന്നത്. വലിയ സ്പീഡൊന്നും ഇല്ല. അതായത് നമ്മളിപ്പോൾ ഫ്രണ്ടിലൂടെ ആരെങ്കിലും കാണുവാണെങ്കിൽ പിടിച്ച് സ്റ്റോപ്പൊക്കെ ചെയ്യുകയും ചെയ്യും. നമ്മൾ കാറൊക്കെ ബ്രേക്ക് ഇടത്തില്ലേ, സഡൻ ബ്രേക്കൊക്കെ ഇടുന്നതിൻ്റെയൊക്കെ ഇടുകയും ചെയ്യത്. ഇതാണ് പാളം. സൈഡിലൂടെയാണ് സൈക്കിൾ ട്രാക്ക്. നമ്മളിപ്പോൾ സൈക്കിൾ ട്രാക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാറൊക്കെ പോകുന്നത് കാണാം. സോ വേണ്ട ബോർഡൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോൾ ട്രാക്കൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ കുറേ പ്ലാസ്റ്റിക്കും അഴുക്കും എലിയും ഒക്കെ ആയിരിക്കില്ലേ. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇതാണ് ഒരു എന്താ പറയുന്നത്, നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ല ഒരു സിവിക് സെൻസ് എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അത് നമ്മൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല ലൈഫിൽ. ഇവരെന്തായാലും ഇവർ നല്ലോണം സിവിക് സെൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് വേസ്റ്റ് ഒന്നും ഇവിടെ കാണാൻ പറ്റത്തില്ല. ഓക്കെ, എത്ര മനോഹരമായിട്ട് അത് ഇല്ലേ. പിന്നെ റോഡിന് സൈഡിലൊക്കെ മരങ്ങളൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. എത്ര മനോഹരമായിട്ട് അവരൊക്കെ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വെക്കുമായിരിക്കും, പക്ഷേ മെയിൻ്റെനൻസ് ഒന്നും ഇല്ല. നമ്മുടെ നാട് നല്ലതാണ്, ഇത് നല്ലതാണ്. പക്ഷെ നമ്മുടെ നാട് മറ്റേ സിവിക് സെൻസിനൊക്കെ വന്നായിരുന്നെങ്കിൽ, സിവിക് സെൻസ് കൂടെ വന്നായിരുന്നെങ്കിൽ കൂടുതൽ മനോഹരമായിരുന്നില്ലേ. ഞാനിങ്ങനെ സൈക്കിളോട്ട് വഴി വീണ്ടും നമ്മൾ സീമെൻസിൻ്റെ അടുത്തെത്തി. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ല സീമെൻസ്. സോ വീണ്ടും അവിടെ എത്തി. വേണ്ട ഇവിടെ പിന്നെ എനിക്കൊന്നൊരു 10-15 മിനിറ്റ് ഇടവിട്ട് ട്രാമുണ്ട്. ഇപ്പം നമുക്ക് നോക്കാം, ജസ്റ്റ് നോക്കിയേ. ഇപ്പോൾ ട്രാം പോയില്ല, ഇനി അടുത്ത ട്രാം നെക്സ്റ്റ് 6 വീക്സ്. ഇത് കാണാൻ പറ്റുന്നില്ല, എത്ര സമയമില്ല, നമ്മൾ പോവാണ്. അപ്പം 10 മിനിറ്റ് ഇടവിട്ട് ട്രാമുണ്ട്. അപ്പോൾ വലിയ ക്രൗഡ് കാണത്തില്ല, നമുക്ക് പെട്ടെന്ന് പോകാം, നല്ല കണക്ടിവിറ്റിയാണ്. അതുകൊണ്ട് മിക്കവരും ഇവിടെ ഈവൻ അവർക്ക് പ്രൈവറ്റായിട്ട് വണ്ടി ഉണ്ടെങ്കിലും അവർ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ അടിപൊളിയല്ലേ. ഇങ്ങനെ സൈക്കിളായിട്ട് ഇങ്ങനെ പോകണം. നല്ല തണുപ്പുണ്ട്. ഏകദേശം ഒരു എത്ര പറയുന്നത്, ഇപ്പം എത്ര എനിക്ക് തോന്നുന്നൊരു 6 ഡിഗ്രി സെൽഷ്യസ് കാണുമെന്ന് തോന്നുന്നില്ലേ. ഉണ്ട് 6 കാണും. തണുപ്പുണ്ട്. ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല. ഇങ്ങനെ പോവാം. സൈൻ ബോർഡൊക്കെ ഉണ്ട് 60. അത് നമുക്ക് സൈക്കിളിലല്ല കേട്ടോ. നമ്മൾ സൈക്കിളിൽ മാക്സിമം ഐ തിങ്ക് 25 ഒക്കെയാണ്. കയറ്റൊക്കെ ആണെങ്കിൽ അറൗണ്ട് 15 വരത്തുള്ളൂ. ഇറക്കുവാണെങ്കിൽ നമുക്ക് സൈക്കിളിലും 60 പോവാം. പക്ഷേ ആ 60 ചെയ്തിരിക്കുന്നത് നമ്മുടെ കാറിൻ്റെ ഒക്കെയാണ്. അതിൻ്റെ മുകളിൽ പോയാൽ ഫൈൻ കിട്ടും. ഫൈനെ കുറിച്ച് എനിക്ക് വലുതായിട്ട് അറിയത്തില്ല. ഞാൻ പഠിക്കുമ്പോൾ പറഞ്ഞുതരാം എത്രയാണ് ഫൈന്. നല്ല ഫൈനാന്ന് തോന്നുന്നു. 70 യൂറോ ഒക്കെയാണെന്ന് തോന്നുന്നു ആദ്യം പിടിക്കുകയാണെങ്കിൽ. പിന്നെ അത് ഓരോ തവണയും റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ അതിനനുസരിച്ച് ഡബിൾ ആയിക്കൊണ്ടിരിക്കും. ഐ തിങ്ക് ഞാനിപ്പോൾ സൈക്കിൾ ട്രാക്കിലൂടെ അല്ല പോകുന്നത്, സൈക്കിളിലൂടെ പോകുന്നത്. സൈക്കിൾ ട്രാക്ക് ഇതാണ്. നോക്കി പക്ഷേ ഇവിടെ ഇച്ചിക്കൊണ്ട് പിടിയുണ്ട്. നമുക്ക് ട്രാക്കിലോട്ട് ഇറങ്ങാം. സൈക്കിൾ ട്രാക്കിലോട്ട് ഇറങ്ങാം. ഇതാണ് സൈക്കിൾ ട്രാക്ക്. നിങ്ങൾക്ക് കാണാൻ പറ്റും, സൈക്കിളിൻ്റെ പടം കാണാം. ഒന്ന് കണ്ട് അടുത്ത് ഇങ്ങനെ കാണാൻ പറ്റില്ലേ. അപ്പോൾ എൻ്റെ നിഴൽ, നമ്മുടെ നിഴൽ മാത്രമേ അവിടെ കാണത്തുള്ളൂ ഇല്ലേ. ചുമ്മാ പറഞ്ഞ ഇടയ്ക്ക് എന്തോ ഒരു ഫിലോസഫി കയറി വന്ന് നോക്കിയേ. സൈക്കിൾ ട്രാക്ക് എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. എന്തോ ഒരു ബോർഡ് വെച്ചപ്പോണ്ട്. ജർമ്മൻ ഞാൻ പഠിച്ചതാണ്, പക്ഷേ അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഞാൻ ശ്രദ്ധിച്ചില്ല. നോക്കാം. ഇതാണ് നിങ്ങളുടെ സ്ഥലം. കാണുന്ന ബോർഡ്. ഇവിടെയൊക്കെ കമ്പനിയൊക്കെ ഉണ്ട്. S&G സ്മാർട്ട് എന്ന് പറയുന്നത് ഉള്ളല്ലോ. ഞാനിപ്പോൾ അത് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ തിരിച്ച് പോവാണ്. കാണാൻ പറ്റും, നമ്മൾ ജംഗ്ഷനിൽ എത്താൻ പോകുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ കാണാം. ബൈ.